ഹലോ ഓൾ, പി കെ ലേണിംഗ്സിൻ്റെ മറ്റൊരു SCRT ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹരി. നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ജോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കായ ഫിസിയോഗ്രഫിക് ഡിവിഷൻസ്, ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് രാജസ്ഥാനിലെ ഥാർ മരുഭൂമി പ്രദേശത്താണ്. നമ്മൾ ഉത്തരപർവ്വത മേഖലയും ഉത്തര മഹാസമതലവും ഉപദ്വീപീയ പീഠഭൂമിയും എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയത് ഇന്ത്യയുടെ മരുഭൂമിയെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ മരുഭൂമികളെ പറ്റി ചർച്ച ചെയ്തു. ഇപ്പോൾ ഥാർ മരുഭൂമിയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് ഥാർ മരുഭൂമിയും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ഭൂവിഭാഗമായ ഇന്ത്യൻ മരുഭൂമികൾ എന്നുള്ളൊരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഇനി നമ്മൾ ഥാർ മരുഭൂമിയുടെ കാലാവസ്ഥയിലേക്കാണ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്നത്. ഥാർ മരുഭൂമിയിൽ അനുഭവപ്പെടുന്ന ക്ലൈമാറ്റിക് കണ്ടീഷൻ അല്ലെങ്കിൽ വെതർ കണ്ടീഷൻ എന്താണ്, കാലാവസ്ഥയുടെ സവിശേഷതകൾ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. വേനൽക്കാലമാണ് നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഏതാണ് വേനൽക്കാലം? അപ്പോൾ മാർച്ച് മാസത്തോടെ ഥാർ മരുഭൂമിയിൽ വേനൽക്കാലം ആരംഭിക്കുന്നു. അപ്പോൾ ഥാർ മരുഭൂമിയിൽ മാർച്ച് മാസത്തോടെ വേനൽക്കാലം ആരംഭിക്കുന്നു. അതേപോലെ തന്നെ പടിഞ്ഞാറൻ രാജസ്ഥാനിലെ ബീക്കാനീർ, ജയ്സാൽമീർ എന്നിവിടങ്ങളിൽ കൂടിയ ദൈനിക താപനില 40 ഡിഗ്രി മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും. അപ്പോൾ എന്താണ് പറഞ്ഞത്? പടിഞ്ഞാറൻ രാജസ്ഥാനിലെ പ്രധാന പ്രദേശങ്ങളായ, അതായത് നമുക്കറിയാം ഥാർ മരുഭൂമിയുടെ ഭൂപ്രകൃതി സവിശേഷതകൾ അനുസരിച്ച് പടിഞ്ഞാറ് ഭാഗം യഥാർത്ഥ മരുഭൂമി മേഖലയാണെന്ന് നമുക്കറിയാം. അതിനെ നമ്മൾ മരുസ്ഥലി എന്ന് വിളിച്ചു. അതേപോലെ തന്നെ കിഴക്കൻ ഭാഗം അർദ്ധ മരുഭൂമി മേഖലയും അല്ലെങ്കിൽ രാജസ്ഥാൻ ബാഗർ എന്നും നമ്മൾ വിളിച്ചു. അപ്പോൾ ഇവിടെ പറഞ്ഞ പടിഞ്ഞാറൻ രാജസ്ഥാനിലെ ബീക്കാനീർ, അതായത് ഈ പറയുന്ന ബീക്കാനീർ, ജയ്സാൽമീർ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം ഈ മരുസ്ഥലി പ്രദേശത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മേഖലകളായിരിക്കും. അപ്പോൾ പടിഞ്ഞാറൻ രാജസ്ഥാനിലെ ബീക്കാനീർ, ജയ്സാൽമീർ എന്നിവിടങ്ങളിൽ കൂടിയ ദൈനിക താപനില എത്ര ഡിഗ്രി മുതൽ എത്ര ഡിഗ്രി വരെയാണ്? 40 ഡിഗ്രി സെൽഷ്യസ് മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നമ്മൾ പറയുന്നു, മാർച്ച് മാസത്തോടെയാണ് ഥാർ മരുഭൂമിയിൽ വേനൽക്കാലം ആരംഭിക്കുന്നത്. മാർച്ച് മാസത്തോടെ ഥാർ മരുഭൂമിയിൽ വേനൽക്കാലം ആരംഭിക്കുന്നു. അതേപോലെ തന്നെ പടിഞ്ഞാറൻ രാജസ്ഥാനിലെ പ്രധാന പ്രദേശങ്ങളായ ബീക്കാനീർ, ജയ്സാൽമീർ തുടങ്ങിയ പ്രദേശങ്ങളിലെ ദൈനിക താപനില 40 ഡിഗ്രി മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും ഈ പറയുന്ന വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന താപനില എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അത്രയും ചൂടാണ്, അത്രയും താപനിലയാണ് ഈ പറഞ്ഞ ഉഷ്ണ മരുഭൂമി പ്രദേശമായ ഥാർ മരുഭൂമിയിലും രാജസ്ഥാനിലെ ഏറ്റവും പടിഞ്ഞാറൻ ഭാഗങ്ങളിലൊക്കെ അനുഭവപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉഷ്ണ മരുഭൂമി പ്രദേശം അല്ലെങ്കിൽ ഥാർ മരുഭൂമിയിലെ ഉഷ്ണകാലത്തെ കുറിക്കുന്ന ഒരു പിക്ചറാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഈ വേനൽക്കാലത്ത് ഥാർ മരുഭൂമിയിൽ അന്തരീക്ഷ ആർദ്രത തീരെ കുറവാണ്. അന്തരീക്ഷ ആർദ്രത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അന്തരീക്ഷ ആർദ്രത ഥാർ മരുഭൂമിയിലെ വേനൽക്കാലത്ത് ഏറ്റവും കുറഞ്ഞ അളവിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ലൂ എന്ന ഉഷ്ണക്കാറ്റ് നമുക്കറിയാം. PSC പഠിച്ചു തുടങ്ങുന്ന കാലം മുതൽക്ക് തന്നെ നമ്മൾ കേൾക്കുന്നതാണ് ഉഷ്ണക്കാറ്റുകൾ, ശീതക്കാറ്റുകൾ, പ്രാദേശികവാദങ്ങൾ, കാലികവാദങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു പേരാണ് ലൂ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലൂ എന്ന കാറ്റിനെ പറ്റി അല്ലെങ്കിൽ ലൂ എന്ന പ്രാദേശിക വാദത്തെ പറ്റി നമുക്ക് ഇവിടെ പറയാൻ വേണ്ടിയിട്ടുള്ളത്? ലൂ എന്ന ഉഷ്ണക്കാറ്റും, ലൂ എന്ത് കാറ്റിന് ഉദാഹരണമാണ്? ഉഷ്ണക്കാറ്റുകൾക്ക് ഉദാഹരണമാണ്. ലൂ എന്നത് ഉഷ്ണക്കാറ്റിന് ഉദാഹരണമാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനൽക്കാലത്ത് വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റിനെയാണ് നമ്മൾ ലൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ, അതായത് ഈ പറഞ്ഞ ഥാർ മരുഭൂമി പ്രദേശത്ത് നിന്നും വേനൽക്കാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റിനെയാണ് നമ്മൾ ലൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ലൂ എന്ന ഉഷ്ണക്കാറ്റും പൊടിക്കാറ്റുകളും വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതകളാണ്. എന്താണ് പറഞ്ഞത്? ലൂ എന്ന ഉഷ്ണക്കാറ്റുകളും പൊടിക്കാറ്റുകളും വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതകളാണ്. ഥാർ മരുഭൂമിയിലെ വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതകളാണ് ഈ പറഞ്ഞ ലൂ എന്ന ഉഷ്ണക്കാറ്റും പൊടിക്കാറ്റുകളും. അതേപോലെ തന്നെ ഈ പ്രദേശത്ത് ഈ കാലയളവിൽ അന്തരീക്ഷ ആർദ്രത വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ എന്ന് വേനൽക്കാലം അവസാനിക്കുന്നു? ജൂൺ മാസത്തിൽ വേനൽക്കാലം അവസാനിക്കുന്നു. അപ്പോൾ മാർച്ച് മാസം മുതൽ ജൂൺ മാസം വരെ,
മാർച്ച് മുതൽ ജൂൺ മാസം വരെയാണ് വേനൽക്കാലം ഥാർ മരുഭൂമിയിൽ അനുഭവപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ പടിഞ്ഞാറൻ രാജസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശങ്ങളായ ബിക്കാനീർ, ജയ്സാൽമീർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ദൈനിക താപനില 40 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നു. ഏത് കാലത്ത്? വേനൽക്കാലത്ത്. അതേപോലെ തന്നെ ഥാർ മരുഭൂമിയിൽ ഈ പറഞ്ഞ വേനൽക്കാലത്ത് അന്തരീക്ഷ ആർദ്രത തീരെ കുറവായിരിക്കും. അതേപോലെ തന്നെ ലൂ എന്ന ഉഷ്ണക്കാറ്റുകളും പൊടിക്കാറ്റുകളും വേനൽക്കാലത്തിൻ്റെ മറ്റൊരു പ്രത്യേകതകളാണ്. അതേപോലെ തന്നെ അവസാനത്തെ പോയിന്റ്, ജൂൺ മാസത്തോടെ വേനൽക്കാലം അവസാനിക്കുന്നു. അപ്പോൾ ഇതാണ് ഥാർ മരുഭൂമിയിലെ ഉഷ്ണകാലം അല്ലെങ്കിൽ വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതകൾ എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ മഴക്കാലത്തിലേക്ക് കടക്കുകയാണ്. വേനൽക്കാലം നമ്മൾ നോക്കി, വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ മഴക്കാലത്തിലേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ മഴക്കാലം എങ്ങനെയാണ് രാജസ്ഥാനിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഥാർ മരുഭൂമിയിൽ അനുഭവപ്പെടുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം മഴ വളരെ അധികം കുറഞ്ഞ വരണ്ട പ്രദേശമായിട്ടാണ് ഈ പറഞ്ഞ ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ഥാർ മരുഭൂമി കാണപ്പെടുന്നത് എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള വസ്തുതയാണ്. അതേപോലെ തന്നെ മഴക്കാലം എങ്ങനെ സ്വാധീനിക്കുന്നു ഈ പ്രദേശങ്ങളെ, ഥാർ മരുഭൂമിയെ മഴക്കാലം എങ്ങനെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ ഥാർ മരുഭൂമിയിൽ അനുഭവപ്പെടുന്ന മഴക്കാലത്തെ പറ്റിയാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ്? ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് ഥാർ മരുഭൂമിയിലെ മഴക്കാലം. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ. മഴക്കാലം എന്ന് പറയുമ്പോൾ രാജസ്ഥാനിൽ അല്ലെങ്കിൽ ഥാർ മരുഭൂമിയിലെ മഴക്കാലം ജൂലൈ മുതൽ സെപ്റ്റംബർ മാസം വരെ ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് കോരിച്ചൊരിയുന്ന മഴ ഇവിടെ പെയ്യുന്നു എന്നൊരിക്കലും വിചാരിക്കരുത്. നമുക്കറിയാം 25 സെൻറ്റിമീറ്ററിൽ താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഈ പറഞ്ഞ മരുഭൂമികളെന്ന് വിളിക്കുന്നത് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ജസ്റ്റ് പറയാം അല്ലെങ്കിൽ പഠിക്കുക, ജൂലൈ മുതൽ സെപ്റ്റംബർ മാസം വരെയാണ് ഥാർ മരുഭൂമിയിൽ മഴക്കാലം അനുഭവപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് പോയിന്റ്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ മഴയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിലും താരതമ്യേന വളരെ കുറഞ്ഞ വാർഷിക മഴയാണ് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ താരതമ്യേന കുറഞ്ഞ വാർഷിക മഴയാണ് ഇവിടെ ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചു തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ 2 ശാഖകളായിട്ട് പിരിഞ്ഞ് അറബിക്കടൽ ശാഖയെന്നും ബംഗാൾ ഉൾക്കടൽ ശാഖയെന്നും രണ്ടായി തിരിഞ്ഞാണ് സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ തിരിഞ്ഞാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ പഠിച്ചു. ഇങ്ങനെ 2 ശാഖകളായി പിരിഞ്ഞ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ അറബിക്കടൽ ശാഖ നമ്മുടെ ഗുജറാത്തിൻ്റെ പടിഞ്ഞാറൻ തീര സമതലത്തിൻ്റെ ഭാഗമായ ഗുജറാത്ത് തീരങ്ങളിൽ കൂടി പ്രവേശിച്ച് രാജസ്ഥാനിലൂടെ കടന്ന് ആരവല്ലി പർവ്വതനിരയ്ക്ക് സമാന്തരമായിട്ടാണ് കടന്നു പോകുന്നത്. അവിടെ ആരവല്ലി പർവ്വതനിരയ്ക്ക് സമാന്തരമായിട്ട് കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു മഴയും അവിടെ ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ്, അല്ലെങ്കിൽ മഴ ലഭിക്കുന്നതേ ഇല്ല. അവിടെ തടഞ്ഞു നിർത്തി ഈ പറയുന്ന കാറ്റുകളെ, അറബിക്കടൽ ശാഖയെ രാജസ്ഥാൻ പ്രദേശങ്ങളിൽ തടഞ്ഞു നിർത്തി മഴ പെയ്യിപ്പിക്കാനായിട്ട് യാതൊരു പർവ്വത നിരകളും അവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. പക്ഷേ ആരവല്ലി പർവ്വത നിരകളാവട്ടെ ഈ പറയുന്ന അറബിക്കടൽ ശാഖയ്ക്ക് സമാന്തരമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആരവല്ലി പർവ്വതത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്ത് മഴ തീരെ കുറവാണ്, അല്ലെങ്കിൽ മഴ തീരെ ലഭിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം. എന്നാലും വളരെ ചെറിയ തോതിൽ മഴ ലഭിക്കുന്നുണ്ട്. അതായത് നമ്മുടെ കേരളത്തിൽ ഒരു ദിവസം ലഭിക്കുന്ന മഴയുടെ പാതി മഴയൊക്കെ ആയിരിക്കും ഒരു വർഷം ഈ പറഞ്ഞ രാജസ്ഥാൻ അല്ലെങ്കിൽ ഥാർ മരുഭൂമി പ്രദേശത്ത് ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ ഈ പറഞ്ഞ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ അറബിക്കടൽ ശാഖയാകട്ടെ ആരവല്ലി പർവ്വത നിരകൾക്ക് സമാന്തരമായിട്ട് കടന്നു പോവുകയും ഈ പറഞ്ഞ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ, ആരവല്ലിക്കുള്ള പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ മഴ പെയ്യാനായിട്ട് യാതൊരു സാധ്യതയും അവിടെ ഉണ്ടാക്കുന്നതുമില്ല. അതേപോലെ തന്നെ ബംഗാൾ ഉൾക്കടൽ ശാഖ ഈ പറയുന്ന ഉത്തരേന്ത്യൻ സമതലങ്ങളിലൂടെ സഞ്ചരിച്ച് ആരവല്ലി പർവ്വതനിരയ്ക്ക് കിഴക്ക് വന്ന് ഈ പറഞ്ഞ സമതലങ്ങളിലും ഹിമാലയത്തിൻ്റെ താഴ്വാരങ്ങളിലൊക്കെ തട്ടി ആ സമതലങ്ങളിലും ഹിമാലയത്തിൻ്റെ താഴ്വാരങ്ങളിലൊക്കെ അത്യാവശ്യം മഴ നൽകുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും ഉത്തരമഹാസമതലം പഠിച്ചപ്പോഴും ഒക്കെ ഉപദ്വീപീയ പീഠഭൂമി പഠിച്ചപ്പോഴൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ മഴയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിലും താരതമ്യേന വളരെ കുറഞ്ഞ വാർഷിക മഴയാണ് ഇവിടെ ലഭിക്കുന്നത്. ആരവല്ലി നിരകളുടെ കിഴക്ക് ഏകദേശം 76.2 സെൻറ്റിമീറ്റർ വാർഷിക മഴ ലഭിക്കുന്നു. ആരവല്ലിയുടെ കിഴക്ക് ഏകദേശം 76.2 സെൻറ്റിമീറ്റർ വാർഷിക മഴ ലഭിക്കുന്നു. അതേപോലെ തന്നെ പടിഞ്ഞാറൻ ഥാർ മരുഭൂമി പ്രദേശങ്ങളിൽ ലഭിക്കുന്ന വാർഷിക മഴ 25 സെൻറ്റിമീറ്ററിലും കുറവാണ്. നമുക്കറിയാം 25 സെൻറ്റിമീറ്ററിലും കുറവ് വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് നമ്മൾ മരുഭൂമി പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ പടിഞ്ഞാറ് ഥാർ മരുഭൂമി ഈ പറഞ്ഞ 25 സെൻറ്റിമീറ്റർ വാർഷിക മഴയാണ് ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് അല്ലെങ്കിൽ രാജസ്ഥാൻ്റെ പടിഞ്ഞാറൻ ഭാഗത്ത് ഥാർ മരുഭൂമി പ്രദേശത്ത് ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പടിഞ്ഞാറ് ഥാർ മരുഭൂമി പ്രദേശങ്ങളിൽ ലഭിക്കുന്ന വാർഷിക മഴ 25 സെൻറ്റിമീറ്ററിലും താഴെയാണ്. ഓക്കെ,
അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയുന്നു, ഏത് മാസം മുതൽ ഏത് മാസം വരെയാണ്? ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് ഥാർ മരുഭൂമിയിലെ മഴക്കാലം എന്ന് പറയുന്നത്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ. അതേപോലെ തന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ മഴയ്ക്ക് ചെറുതായിട്ട് കാരണമാകുന്നുണ്ട്. ഓക്കെ, എന്നാലും താരതമ്യേന വളരെ കുറഞ്ഞ വാർഷിക മഴയാണ് ഥാർ മരുഭൂമിയിൽ ലഭിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ ആരവല്ലി പർവ്വതനിരയ്ക്ക് കിഴക്ക് 76.2 സെൻറ്റിമീറ്റർ വാർഷിക മഴയും പടിഞ്ഞാറ് ഥാർ മരുഭൂമി പ്രദേശങ്ങളിൽ 25 സെൻറ്റിമീറ്ററിൽ താഴെ വാർഷിക മഴയുമാണ് ഈ പറഞ്ഞ മഴക്കാലങ്ങളിൽ ഥാർ മരുഭൂമിയിൽ ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലമായ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ രാജസ്ഥാനിൽ മഴ ഗണ്യമായി കുറയുന്നു. അതായത് നമ്മൾ പറയുന്ന വടക്ക് കിഴക്കൻ മൺസൂൺ കാലങ്ങളിലും സെയിം അവസ്ഥയാണ് രാജസ്ഥാനിൻ്റെ ഈ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നത്. എന്താണ് പറഞ്ഞത്? മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലമായ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ, ഈ പറഞ്ഞ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലമായ ഒക്ടോബർ നവംബർ മാസങ്ങളിലും കാര്യമായിട്ട് ഈ പറയുന്ന പ്രദേശങ്ങളിൽ മഴ തീരെ ലഭിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഥാർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഈ കാലയളവിൽ മഴ തീരെ ലഭിക്കുന്നില്ല. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സമയത്തും മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലത്തും അത്ര അധികം മഴ ലഭിക്കാത്ത പ്രദേശമായിട്ടാണ് ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ വേനൽക്കാലവും മഴക്കാലവും എങ്ങനെയാണ് മരുഭൂമി പ്രദേശത്ത്, ഥാർ മരുഭൂമി പ്രദേശത്തിൽ അനുഭവപ്പെടുന്നത് എന്ന് നമ്മൾ നോക്കി. ഇനി നമ്മൾ ശൈത്യകാലത്തിലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ശൈത്യകാലം എങ്ങനെയാണ് ഥാർ മരുഭൂമിയിൽ അനുഭവപ്പെടുന്നത് നമുക്ക് നോക്കാം. എന്താണ്? ഡിസംബർ മാസത്തോടെ ഥാർ മരുഭൂമിയിൽ ശൈത്യകാലം ആരംഭിക്കുന്നു. ഓക്കെ, ഏത് മാസത്തോടെ? ഡിസംബർ മാസത്തോടെ ഥാർ മരുഭൂമിയിൽ ശൈത്യകാലം ആരംഭിക്കുന്നു. മാർച്ച് മുതൽ ജൂൺ മാസങ്ങളിലാണ്, മാർച്ച് മുതൽ ജൂൺ വരെയാണ് ഥാർ മരുഭൂമിയിൽ വേനൽക്കാലം അനുഭവപ്പെടുന്നത്. അതേപോലെ തന്നെ മഴക്കാലം ജൂലൈ മുതൽ സെപ്റ്റംബർ മാസങ്ങളിൽ അനുഭവപ്പെടുന്നു. അതേപോലെ തന്നെ ശൈത്യകാലം ആവട്ടെ ഡിസംബർ മാസത്തോടെ ഥാർ മരുഭൂമിയിൽ ആരംഭിക്കുന്നു. ഓക്കെ, അപ്പോൾ ഡിസംബർ മാസത്തോടെ ഥാർ മരുഭൂമിയിൽ ശൈത്യകാലം ആരംഭിക്കുന്നു. ഈ കാലയളവിലെ ശരാശരി കുറഞ്ഞ താപനില 5 മുതൽ 10 ഡിഗ്രി സെൽഷ്യസിന് ഇടയിലായിരിക്കുമെന്നാണ് പറഞ്ഞത്. ഏത് കാലത്ത്? അതായത് ഡിസംബർ മാസത്ത് ഥാർ മരുഭൂമി ആരംഭിക്കുന്ന ശൈത്യകാലത്തിലെ ഈ കാലയളവിലെ ശരാശരി കുറഞ്ഞ താപനിലയാണ് 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി സെൽഷ്യസ് വരെ. അപ്പോൾ 5 ഡിഗ്രി സെൽഷ്യസിനും 10 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും ശൈത്യകാലത്ത് ഥാർ മരുഭൂമിയിലെ ഏറ്റവും കുറഞ്ഞ താപനില എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഉഷ്ണകാലത്തിലാവട്ടെ അല്ലെങ്കിൽ വേനൽക്കാലത്തിലാവട്ടെ 40 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഡിസംബർ മാസത്തോടെ ആരംഭിക്കുന്ന ശൈത്യകാലത്ത് 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും ശരാശരി കുറഞ്ഞ താപനില എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ശൈത്യകാലത്തിൽ, ഡിസംബർ മാസത്തോടെ ആരംഭിക്കുന്ന ഈ ശൈത്യകാലത്തിലെ ഥാർ മരുഭൂമിയിലെ പ്രത്യേകതകളാണ് ഇനി പറയുന്നത്. എന്തൊക്കെയാണ്? തെളിഞ്ഞ ആകാശം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവ് അനുഭവപ്പെടുന്നു. തെളിഞ്ഞ ആകാശം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവ് കാണാൻ വേണ്ടി സാധിക്കുന്നു. അതേപോലെ തന്നെ കുറഞ്ഞ ആർദ്രത, ഇളം കാറ്റ് എന്നിവ ശൈത്യകാലത്തിന്റെ പ്രത്യേകതകളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഥാർ മരുഭൂമിയിലെ ശൈത്യകാലത്തിന്റെ പ്രത്യേകത? തെളിഞ്ഞ ആകാശം, താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവ്, കുറഞ്ഞ ആർദ്രത, ഇളം കാറ്റ് എന്നിവ ശൈത്യകാലത്ത് ഥാർ മരുഭൂമിയുടെ പ്രത്യേകതകളാണ്. ഓക്കെ, അപ്പോൾ ശൈത്യകാലമാണ് നമ്മൾ നോക്കിയത്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഡിസംബർ മാസത്തോടെയാണ് ഥാർ മരുഭൂമിയിൽ ശൈത്യകാലം ആരംഭിക്കുന്നത്. 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഏറ്റവും കുറഞ്ഞ താപനില അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ശരാശരി താപനില ആയിട്ട് അനുഭവപ്പെടുന്നത്. അതേപോലെ തന്നെ തെളിഞ്ഞ ആകാശം, താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവ്, കുറഞ്ഞ ആർദ്രത, ഇളം കാറ്റ് എന്നിവ ശൈത്യകാലത്ത് ഥാർ മരുഭൂമിയുടെ പ്രത്യേകതകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ശൈത്യകാലത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ജനുവരിയിൽ അതിശൈത്യം അനുഭവപ്പെടുന്നു. ഡിസംബർ മാസത്തോടെ ആരംഭിക്കുന്ന ശൈത്യകാലത്തിലെ ജനുവരി മാസമാകുമ്പോഴത്തേക്കും അതിശൈത്യം അനുഭവപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിശൈത്യം ജനുവരി മാസത്തോട് അല്ലെങ്കിൽ ജനുവരി മാസത്തോടെ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു മേഖലയായിട്ട് ഥാർ മരുഭൂമി മാറുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ബിക്കാനീർ, ചുരു, സിക്കാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ രാത്രി താപനില പലപ്പോഴും 0 ഡിഗ്രി സെൽഷ്യസിലും താഴെയായിരിക്കും. അപ്പോൾ നമുക്കറിയാം മരുഭൂമിയെ പറ്റി പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചൂട് എന്ന് മാത്രമായിരിക്കും ഓർക്കുക. അല്ലാണ്ട് വരണ്ട പ്രദേശമായിട്ടുള്ള അല്ലെങ്കിൽ മഴ തീരെ കുറവായിട്ടുള്ള പ്രദേശങ്ങൾ എപ്പോഴും താപനില കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഒരു വരണ്ട മരുഭൂമി പ്രദേശമായിട്ട് മാത്രമാണ് നമ്മൾ മരുഭൂമി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് ആദ്യം എത്തുന്നത്. പക്ഷേ ശൈത്യകാലമാകുമ്പോഴേക്കും ശൈത്യകാലത്തിന്റെ പ്രത്യേകത എന്താണ്?
0°C താഴെയായിരിക്കും രാത്രി താപനില. അപ്പോൾ രാത്രികാലത്ത് 0°C താഴെയായിരിക്കും രാത്രി താപനില എന്ന് നമ്മൾ മനസ്സിലാക്കുക. എവിടെയൊക്കെയാണ്? ബീക്കാനീർ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതായത് വേനൽക്കാലത്ത് 40 മുതൽ 45°C വരെ താപനില ഉയരുന്ന സ്ഥലങ്ങളാണ് ബീക്കാനീറും ജയ്സാൽമീറും ഒക്കെ. ആ ബീക്കാനീറിലാണ് ഈ ശൈത്യകാലത്ത് രാത്രി സമയത്ത് 0°C താഴെയായിരിക്കും താപനില എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ബീക്കാനീർ, ചുരു, സിക്കാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ രാത്രി താപനില പലപ്പോഴും 0°C താഴെയായിരിക്കും. ഓക്കെ. അതേപോലെ തന്നെ ഫെബ്രുവരി മാസത്തോടെ ശൈത്യകാലം അവസാനിക്കുന്നു. അപ്പോൾ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഥാർ മരുഭൂമി പ്രദേശത്തെ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ഓക്കെ. ജനുവരി മാസം ആകുമ്പോഴത്തേക്കും അതിശൈത്യം അനുഭവപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ബീക്കാനീർ, ചുരു, സിക്കാർ തുടങ്ങിയ പ്രദേശങ്ങളിലെ രാത്രി താപനില 0°C താഴെയായിരിക്കും പല സന്ദർഭങ്ങളിലും. ഓക്കെ. അതേപോലെ തന്നെ ഫെബ്രുവരി മാസത്തോടെ ശൈത്യകാലം അവസാനിക്കുന്നു. അപ്പോൾ ഇതാണ് ഥാർ മരുഭൂമിയിൽ അനുഭവപ്പെടുന്ന ശൈത്യകാലം അല്ലെങ്കിൽ ശൈത്യകാലത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ കാലാവസ്ഥ നോക്കി, വേനൽക്കാലം നോക്കി, മഴക്കാലം നോക്കി, ശൈത്യകാലം നോക്കി. ഈ കാലങ്ങളെല്ലാം എങ്ങനെയാണ് ഥാർ മരുഭൂമിയിൽ അനുഭവപ്പെടുന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമ്മൾ മണ്ണിൻ്റെ ഘടനയിലേക്ക് അല്ലെങ്കിൽ ഥാർ മരുഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിൻ്റെ സവിശേഷതയെ പറ്റിയാണ് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, മണലാണ് എവിടെ നോക്കിയാലും മരുഭൂമിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന. നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽ കൂനകളൊക്കെ നമുക്ക് മരുഭൂമിയിൽ കാണാം. അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ കാര്യം, ഥാർ മരുഭൂമിയിലെ മണ്ണിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഈ പറയുന്ന മണൽ തന്നെയാണ്. അപ്പോൾ മരുഭൂമി മണ്ണ് അല്ലെങ്കിൽ വരണ്ട മണ്ണാണ് നമുക്ക് എവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്? ഥാർ മരുഭൂമിയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ. മരുഭൂമി മണ്ണ് അല്ലെങ്കിൽ വരണ്ട മണ്ണ്, എറിഡ് സോയിലാണ് നമുക്ക് മരുഭൂമി മേഖലയിൽ, ഥാർ മരുഭൂമിയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഥാർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും അതിവിശാലമായ മണൽപ്പരപ്പുകളാണ്. എന്താണ്? മണൽപ്പരപ്പുകളാൽ വിശാലമായ ഭൂവിഭാഗമാണ് നമ്മുടെ ഥാർ മരുഭൂമി. നമുക്കറിയാം. ഓക്കെ. ചിലയിടങ്ങളിൽ മണൽ നിറഞ്ഞ മണ്ണും കാണപ്പെടുന്നു, മണൽ നിറഞ്ഞ മണ്ണുകളും കാണപ്പെടുന്നു. അതേപോലെ തന്നെ മരുഭൂമി മണ്ണ് അല്ലെങ്കിൽ വരണ്ട മണ്ണ് എന്നാണ് ഈ മണ്ണിനം അറിയപ്പെടുന്നത്. ഓക്കെ. അതിവിശാലമായ മണൽപ്പരപ്പുകളാൽ സമ്പന്നമായ പ്രദേശമാണ് ഥാർ മരുഭൂമി എന്ന് നമ്മൾ മനസ്സിലാക്കുക. മരുഭൂമി മണ്ണ് അല്ലെങ്കിൽ വരണ്ട മണ്ണ്, എറിഡ് സോയിൽ എന്നാണ് മരുഭൂമി പ്രദേശത്ത് കാണുന്ന ഈ മണ്ണിനെ നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന മരുഭൂമി മണ്ണിന്റെ പ്രത്യേകതയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ്? പ്രധാനമായും തവിട്ട് നിറവും മണൽ ഘടനയുള്ളതുമാണ് മരുഭൂമി മണ്ണ്. മരുഭൂമി മണ്ണ് അല്ലെങ്കിൽ വരണ്ട മണ്ണിന്റെ നിറം ഇവിടെ പറയുന്നത് തവിട്ട് നിറമാണ്. പ്രധാനമായും തവിട്ട് നിറവും മണൽ ഘടനയുമുള്ളതാണ് മരുഭൂമി മണ്ണ് അല്ലെങ്കിൽ വരണ്ട മണ്ണ് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ. അതേപോലെ തന്നെ ഉയർന്ന താപനിലയും വരണ്ട കാലാവസ്ഥയും ഉള്ളതിനാൽ ബാഷ്പീകരണ പ്രക്രിയ വേഗത്തിൽ നടക്കുന്നു. ഉയർന്ന താപനിലയും വരണ്ട കാലാവസ്ഥയും, വളരെ ഉഷ്ണമായ കാലാവസ്ഥയും താപനില കൂടിയ വെതർ കണ്ടീഷനും അനുഭവപ്പെടുന്നതുകൊണ്ട് തന്നെ ബാഷ്പീകരണ പ്രക്രിയ ഏറ്റവും വേഗത്തിൽ നടക്കുന്നു. എവിടെ? ഈ പറയുന്ന വരണ്ട മണ്ണിൽ അല്ലെങ്കിൽ മരുഭൂമി മണ്ണിലെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇതിനാൽ ഈ പറയുന്ന ബാഷ്പീകരണ പ്രക്രിയ വേഗത്തിൽ നടക്കുന്നതിനാൽ ഈ മണ്ണിൽ ലവണാംശം വളരെ കൂടുതലാണ്. അപ്പോൾ മരുഭൂമി മണ്ണിലെ ഉയർന്ന താപനിലയും വരണ്ട കാലാവസ്ഥയുമായതിനാൽ ബാഷ്പീകരണ പ്രക്രിയ വളരെ വേഗത്തിൽ നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മണ്ണിൽ ലവണാംശം വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഇവിടെ മഴ കുറവായതിനാൽ മണ്ണിന് ക്ഷാരഗുണമാണ് ഉള്ളത്. അപ്പോൾ മരുഭൂമി മണ്ണിന്റെ അല്ലെങ്കിൽ വരണ്ട മണ്ണിന്റെ, എറിഡ് സോയിലിന്റെ സവിശേഷതകളാണ് നമ്മൾ നോക്കിയത്. എന്തൊക്കെയാണ്? പ്രധാനമായും തവിട്ട് നിറവും മണൽ ഘടനയുള്ളതുമാണ് നമ്മുടെ മരുഭൂമി മണ്ണ് അല്ലെങ്കിൽ വരണ്ട മണ്ണ്. തവിട്ട് നിറവും മണൽ ഘടനയും ഉള്ളതാണ് ഈ പറഞ്ഞ മരുഭൂമി മണ്ണ്. അതേപോലെ തന്നെ ഉയർന്ന താപനിലയും വരണ്ട കാലാവസ്ഥയും ഉള്ളതിനാൽ ബാഷ്പീകരണ പ്രക്രിയ ഏറ്റവും വേഗത്തിൽ നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മണ്ണിന് ലവണാംശം വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ മഴ വളരെ കുറവായതിനാൽ മണ്ണ് ക്ഷാരഗുണമുള്ളതാണ്. ഓക്കെ. അതേപോലെ തന്നെ പൊതുവേ ഈ മണ്ണ് ഒരു കൃഷിക്കും അല്ലെങ്കിൽ കാർഷിക വിളകൾക്ക് അത്ര അനുയോജ്യമല്ല. അതാണ് ഇവിടെ പറഞ്ഞത്. പൊതുവേ ഈ മണ്ണ് ഭൂരിഭാഗം വിളകൾക്കും അത്ര അനുയോജ്യമല്ല. പക്ഷേ വേണ്ടത്ര അളവിൽ നന കിട്ടിയാൽ, ജലത്തിൻ്റെ അളവ്, ജലസേചനം ഉണ്ടെങ്കിൽ പലയിടങ്ങളിലും ഈ മണ്ണിനും ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വിളകളെ കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടും ജനറലി പറഞ്ഞാൽ ഈ വരണ്ട മണ്ണ് അല്ലെങ്കിൽ മരുഭൂമി മണ്ണ് കാർഷിക യോഗ്യമല്ല. അതാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ കാർഷിക യോഗ്യമല്ലാത്ത ഘടനയാണ് ഈ പറയുന്ന വരണ്ട മണ്ണ് അല്ലെങ്കിൽ മരുഭൂമി മണ്ണിനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ വേണ്ടത്ര ജലസേചന സൗകര്യങ്ങൾ കിട്ടിയാൽ ഈ പറഞ്ഞ മണ്ണിന്റെ ഘടനയ്ക്കും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായിട്ടുള്ള കൃഷി വിളകൾ, കാർഷിക വിളകളെ ചെറിയ തോതിൽ ഈ പറഞ്ഞ
മരുഭൂമി മണ്ണിൽ കൃഷി ചെയ്യാവുന്നതാണ് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വരണ്ട മണ്ണ്. ഇത് നമുക്കറിയാം, തവിട്ട് നിറത്തിലുള്ള ലവണാംശം കൂടിയ മണ്ണാണ്, അല്ലെങ്കിൽ മണൽ ഘടനയുള്ള മണ്ണാണ് നമുക്ക് മരുഭൂമി പ്രദേശത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതാണ് നിങ്ങളിവിടെ കാണുന്നത്. വരണ്ട മണ്ണ്, മരുഭൂമി മണ്ണ് അല്ലെങ്കിൽ ഏരിഡ് സോയിൽ എന്നാണ് ഈ പറയുന്ന മണ്ണിൽ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈ മണ്ണിൽ വളരുന്ന സസ്യജാലങ്ങളെ പറ്റിയാണ്. ഥാർ മരുഭൂമി പ്രദേശത്ത് കാണപ്പെടുന്ന സസ്യജാലങ്ങളാണ് നമ്മൾ ഇനി നോക്കുന്നത്. നമുക്കറിയാം, കള്ളിമുൾ ചെടികളൊക്കെ നിറഞ്ഞതായിട്ടുള്ള സസ്യജാല പ്രകൃതിയാണ്, അല്ലെങ്കിൽ സസ്യജാലങ്ങളാണ് മരുഭൂമി പ്രദേശത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാംസളമായ കാണ്ഡത്തോടു കൂടിയതും ഇലകൾ തീരെ ഇല്ലാത്തതും ധാരാളം മുള്ളുകൾ നിറഞ്ഞതുമായ കള്ളിമുൾ ചെടികളാണ്. കള്ളിമുൾ ചെടികളാണ് ഥാർ മരുഭൂമി പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സസ്യജാലം. എന്താണ് ഇവയുടെ പ്രത്യേകത? മാംസളമായ കാണ്ഡത്തോടു കൂടിയ സസ്യങ്ങളാണിവ. മാംസളമായ കാണ്ഡത്തോടു കൂടിയ സസ്യങ്ങളാണിവ. ഇലകൾ തീരെ ഇല്ലാത്തതും ധാരാളം മുള്ളുകൾ നിറഞ്ഞതുമാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഏതിൻ്റെ? കള്ളിമുൾ ചെടിയിലെ ഥാർ മരുഭൂമിയിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സസ്യജാലമാണ് കള്ളിമുൾ ചെടി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് ഥാർ മരുഭൂമിയിൽ പൊതുവെ വളരുന്ന സസ്യങ്ങൾ. വരൾച്ചയെ പ്രതിരോധിക്കുന്ന ഗം അറബിക് അക്കേഷ്യ, യൂഫോർബിയ തുടങ്ങിയ സസ്യങ്ങൾ ഈ ഭൂപ്രകൃതിയിൽ പ്രത്യേകിച്ച് കിഴക്കൻ കുന്നുകളിൽ വളരുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും കള്ളിമുൾ ചെടികളാണ് ഈ പറയുന്ന ഥാർ മരുഭൂമി പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സസ്യജാലങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് ഥാർ മരുഭൂമിയിൽ കാണപ്പെടുന്ന മറ്റൊരു സസ്യവർഗ്ഗങ്ങൾ. അതേപോലെ തന്നെ വരൾച്ചയെ പ്രതിരോധിക്കുന്ന, എന്തിനെ പ്രതിരോധിക്കുന്ന? വരൾച്ചയെ പ്രതിരോധിക്കുന്ന ഗം അറബിക് അക്കേഷ്യ, യൂഫോർബിയ തുടങ്ങിയ സസ്യങ്ങൾ ഭൂപ്രകൃതിയിൽ പ്രത്യേകിച്ച് കിഴക്കൻ കുന്നുകളിൽ കാണപ്പെടുന്നുണ്ട്. എന്താണ് ഇവിടെ പറഞ്ഞത്? കള്ളിമുൾ ചെടികളോടൊപ്പം തന്നെ കുറ്റിക്കാടുകളും മുൾച്ചെടികളും നിറഞ്ഞതാണ് ഥാർ മരുഭൂമി പ്രദേശം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ വരൾച്ചയെ പ്രതിരോധിക്കുന്ന ഗം അറബിക് അക്കേഷ്യ മരങ്ങളും യൂഫോർബിയ സസ്യജാലങ്ങളും ഈ പറയുന്ന ഥാർ മരുഭൂമി പ്രദേശത്തെ സ്ഥിരം കാഴ്ചയാണ്, അല്ലെങ്കിൽ ഥാർ മരുഭൂമി പ്രദേശത്തെ പ്രധാന സസ്യജാലങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഥാർ മരുഭൂമിയിൽ കാണപ്പെടുന്ന സസ്യ വൈവിധ്യമാണ് ഇവിടെ കാണുന്നത്. വരൾച്ചയെ പ്രതിരോധിക്കുന്ന ഗം അറബിക് അക്കേഷ്യ, യൂഫോർബിയ, കള്ളിമുൾ ചെടികൾ, കുറ്റിച്ചെടികൾ, മുൾക്കാടുകൾ, ഇതൊക്കെയാണ് നമ്മുടെ ഥാർ മരുഭൂമി പ്രദേശത്ത് കാണുന്ന പ്രധാന സസ്യജാലങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതൊക്കെയാണ് നമുക്ക് ഈ സ്ലൈഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ജന്തുജാലങ്ങളെ പറ്റിയാണ്, അല്ലെങ്കിൽ ഥാർ മരുഭൂമി പ്രദേശത്ത് കാണപ്പെടുന്ന ജന്തുജാലങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും കൂടുതൽ കന്നുകാലി വർഗ്ഗത്തിൽപ്പെട്ട ജന്തുജാലങ്ങളാണ്, അല്ലെങ്കിൽ ജീവസമ്പത്താണ് നമുക്ക് ഥാർ മരുഭൂമി പ്രദേശത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, മരുഭൂമിയിലെ കപ്പൽ എന്ന് വിശേഷിക്കപ്പെടുന്ന ഒട്ടകങ്ങളാണ് ഈ പ്രദേശത്തെ ജന്തുജാലങ്ങളിൽ പ്രധാനം. അപ്പോൾ ഒട്ടകങ്ങൾ, മരുഭൂമിയിലെ കപ്പൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഒട്ടകങ്ങളാണ് ഈ ഥാർ മരുഭൂമി പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജന്തുജാലങ്ങൾ. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അതേപോലെ തന്നെ പക്ഷികളുടെയും ഉരകങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും ആവാസ കേന്ദ്രമാണ് ഥാർ മരുഭൂമി പ്രദേശം. പക്ഷികൾ, ഉരകങ്ങൾ, വന്യമൃഗങ്ങൾ എന്നിവയുടെ ആവാസ കേന്ദ്രമാണ് നമ്മുടെ ഥാർ മരുഭൂമി പ്രദേശം. അതേപോലെ തന്നെ ഇവിടുത്തെ മൃഗങ്ങളും സസ്യങ്ങളും ഥാർ മരുഭൂമിയിലെ കാലാവസ്ഥയെ അതിജീവിക്കാൻ പ്രാപ്തമായവയാണ്. അത് ഈ ഇത്രയും ഉഷ്ണമായ, അല്ലെങ്കിൽ ഇത്രയും താപനില കൂടിയ ക്ലൈമാറ്റിക് കണ്ടീഷനെ അതിജീവിക്കാൻ പ്രാപ്തമായിട്ടുള്ള ജീവസമ്പത്താണ് നമുക്ക് ഈ പറഞ്ഞ ഥാർ മരുഭൂമി പ്രദേശത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, നിരവധി ഇനം ഉരകങ്ങൾ, തേളുകൾ, കീരി, ചുവന്ന കുറുക്കൻ, ചിങ്കാരമാൻ, ഫാൽക്കൺ, പള്ളിപ്പരുന്ത് എന്നിവ ഥാർ മരുഭൂമിയിലെ ജീവികളിൽ ഉൾപ്പെടുന്നു. അപ്പോൾ അത്യുഷ്ണമായ കാലാവസ്ഥയെ അതിജീവിക്കാൻ പ്രാപ്തമായിട്ടുള്ള ജീവിവർഗ്ഗങ്ങളാണ് ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞു. ഏതൊക്കെയാണവ? അല്ലെങ്കിൽ അതിൽ പ്രധാനപ്പെട്ടവയാണ് ഉരകങ്ങൾ, തേളുകൾ, കീരി, ചുവന്ന കുറുക്കൻ, ചിങ്കാരമാൻ, ഫാൽക്കൺ, പള്ളിപ്പരുന്ത് എന്നിവ അവയിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ജീവി വർഗ്ഗങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ വേഗത്തിൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ബസ്റ്റാർഡ്, ബ്ലാക്ക് ബക്ക്, കാട്ടുപൂച്ച എന്നിവയും ഇവിടെ കാണപ്പെടുന്നു. അതായത് ഈ പറഞ്ഞ 3 ജീവിവർഗ്ഗങ്ങൾ, പ്രധാനപ്പെട്ട് ഈ പറഞ്ഞ മെൻഷൻ ചെയ്ത 3 ജീവിവർഗ്ഗങ്ങൾ ഇന്ത്യയുടെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എവിടെ അത് കാണാൻ വേണ്ടി സാധിക്കും? ഥാർ മരുഭൂമിയിൽ കാണാൻ വേണ്ടി സാധിക്കും. ഏതൊക്കെയാണവ? ഇന്ത്യൻ ബസ്റ്റാർഡ്, ബ്ലാക്ക് ബക്ക്, കാട്ടുപൂച്ച എന്നിവ ഈ പറഞ്ഞ ഥാർ മരുഭൂമി പ്രദേശത്തെ ജീവിവർഗ്ഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഥാർ മരുഭൂമി പ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ജീവിവർഗ്ഗങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ഇവയെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ എക്സ്ട്രീം വരണ്ട കാലാവസ്ഥയെ അതിജീവിച്ച്
സർവൈവ് ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള ജീവിവർഗ്ഗങ്ങളാണ് അല്ലെങ്കിൽ ജന്തു വൈവിധ്യമാണ് ഥാർ മരുഭൂമിയിൽ കാണുന്നത് നമ്മൾ പറഞ്ഞു. അതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഥാർ മരുഭൂമിയിലെ ജനജീവിതത്തെ പറ്റിയാണ് നമുക്ക് നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം വളരെ വരണ്ട കാലാവസ്ഥ, അതിനാൽ വളരെയധികം ജനസംഖ്യയുള്ള പ്രദേശങ്ങളൊന്നും ഈ പറയുന്ന ഏരിയയിൽ കാണപ്പെടുന്നില്ല. ഓക്കെ, മണൽപ്പരപ്പിലെ ജനജീവിതം. ജനസംഖ്യ വളരെ ശുഷ്കമായ പ്രദേശമാണ് ഥാർ മരുഭൂമി. നമുക്കറിയാം വളരെ മഴ ലഭ്യത കുറവും വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്നതും കാർഷിക വിളകൾ അത്ര കൂടുതൽ കൃഷി ചെയ്യപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ജനസംഖ്യ വളരെ കുറവാണ് ഥാർ മരുഭൂമി പ്രദേശത്ത് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഥാർ മരുഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ ജനജീവിതം വളരെ ദുഷ്കരമാണ്. അതായത് വേറെ നല്ല ക്ലൈമാറ്റിക് കണ്ടീഷൻസ് അത്ര എക്സ്ട്രീം ആയതുകൊണ്ടാണ് ഈ പറഞ്ഞ ജനജീവിതം വളരെ ദുഷ്കരമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ അനുഗുണമായ പ്രദേശങ്ങളിൽ മാത്രമാണ് ജനവാസമുള്ളത്. അതായത് നമ്മുടെ ജീവിക്കാൻ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ചില പ്രദേശങ്ങളിൽ മാത്രമാണ് ഥാർ മരുഭൂമിയിൽ റീജിയൻസിൽ ഈ പറയുന്ന ജനവാസം ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അതേപോലെ തന്നെ ജനങ്ങളും കൂടുതലും അധിവസിക്കുന്നത് ഗ്രാമങ്ങളാണ്. അപ്പം ഗ്രാമങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്താണ് ജനസംഖ്യ കൂടുതൽ കാണപ്പെടുന്നത്. അതായത് ജനങ്ങൾ കൂടുതലും ഗ്രാമങ്ങളാണ് അധിവസിക്കുന്നത്. അതേപോലെ തന്നെ വരൾച്ച ഏറുമ്പോൾ പല ജനവിഭാഗങ്ങളും നാടോടികളായി അനുകൂല സാഹചര്യങ്ങളിൽ നിലനിൽക്കുന്ന മറ്റു പ്രദേശങ്ങളിൽ മാറി താമസിക്കാറുണ്ട്. നമുക്കറിയാം എക്സ്ട്രീം വേനൽക്കാലത്ത് 40 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെയാണ് അവിടുത്തെ താപനില ഉയരുന്നത്. നമുക്കിവിടെ ഒരു 32 ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോൾ തന്നെ നമ്മൾ വിളിക്കാൻ തുടങ്ങും. അത്രമാത്രം ചൂടാണ്. അപ്പോൾ ആ ഒരു പ്രദേശത്ത് അത്രയും മഴ കുറവുള്ള വാർഷിക വർഷപാതം വെറും 25 സെൻറ്റിമീറ്ററിൽ താഴെയുള്ള പ്രദേശത്ത് ഈ പറയുന്ന ചൂട് എത്രത്തോളമാണ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പ്രദേശത്തെ വരൾച്ചയേറുമ്പോൾ അല്ലെങ്കിൽ പ്രധാനമായിട്ടും വേനൽക്കാലത്ത് പല ജനവിഭാഗങ്ങളും നാടോടികളായിട്ട് അനുകൂല സാഹചര്യങ്ങൾ തേടി മറ്റ് പ്രദേശത്തേക്ക് മാറി താമസിക്കാറുണ്ട് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഥാർ മരുഭൂമി പ്രദേശത്തെ ജനജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് കൃഷിയാണ്. ഥാർ മരുഭൂമിയിലെ കൃഷിയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം വരണ്ട എറിഡ് സോയിൽ അല്ലെങ്കിൽ മരുഭൂമി മണ്ണാണ് ഈ പറയുന്ന ഥാർ മരുഭൂമിയിൽ കാണപ്പെടുന്നത് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ഇത് കൃഷിക്ക് അത്ര അനുയോജ്യമല്ല എന്നും, പക്ഷേ ചില അല്ലെങ്കിൽ ജലസേചന സൗകര്യം ഉണ്ടെങ്കിൽ, ജലസേചന സൗകര്യം പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ചെറിയ രീതിയിൽ മണ്ണിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായിട്ടുള്ള കാർഷിക വിളകൾ ചെറിയ തോതിൽ ഉൽപ്പാദിപ്പിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കൃഷി നമുക്ക് നോക്കാം. പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന രാജസ്ഥാൻ മരുഭൂമി പ്രദേശത്ത് കൃഷിക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ കൃഷിക്ക് അനുകൂലമായ സാഹചര്യങ്ങളല്ല ഉള്ളത് നമുക്കറിയാം. ഓക്കെ, വളർച്ചയ്ക്ക് മിതമായ അളവിൽ ജലം ആവശ്യമുള്ള വിളകളാണ് കൂടുതലും കൃഷി ചെയ്യുന്നത്. അപ്പോൾ വളരാൻ വേണ്ടിയിട്ട് ജലം മിതമായ അളവിൽ മാത്രം ആവശ്യമുള്ള വിളകളാണ് ഇവിടെ കൂടുതലും അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും കൃഷി ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏതൊക്കെയാണവ? ബജ്ര, ജോവർ, ഗോതമ്പ്, ചോളം, തിനവർഗ്ഗങ്ങൾ, നിലക്കടല, പരുത്തി എന്നിവയാണ് പ്രധാനപ്പെട്ട കാർഷിക വിളകൾ. പക്ഷേ ജലസേചന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ ഈ വിളകൾ ചെറിയ രീതിയിലെങ്കിലും കൃഷി ചെയ്യാൻ കഴിയൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏതൊക്കെയാണ്? ബജ്ര, ജോവർ, ഗോതമ്പ്, ചോളം, തിനവർഗ്ഗങ്ങൾ, നിലക്കടല, പരുത്തി എന്നിങ്ങനെ വളർച്ചയ്ക്ക് ജലം വളരെ മിതമായ അളവിൽ ആവശ്യമായിട്ടുള്ള വിളകളാണ് ഈ പറയുന്ന ഥാർ മരുഭൂമിയിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് അല്ലെങ്കിൽ ഥാർ മരുഭൂമി പ്രദേശത്ത് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് SCERT ടെക്സ്റ്റ് ബുക്കിൽ പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്ന ഒരു ബോക്സാണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി എന്ന് പറയുന്നത്. നമുക്കറിയാം രാജസ്ഥാനിലേക്ക് ആ ഒരു ഥാർ മരുഭൂമി പ്രദേശത്തെ കാലാവസ്ഥ, എക്സ്ട്രീം കാലാവസ്ഥയെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ട് വന്നത് ഇത്രയും ക്ലാസ്സുകളിലായിട്ട്. നമുക്കറിയാം വളരെ വരണ്ട കാലാവസ്ഥയും മഴ തീരെ കുറവാണ് ഈ പ്രദേശത്ത് ലഭ്യമാകുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്തരം പ്രദേശങ്ങളിൽ ജലത്തിൻ്റെ ലഭ്യതയുണ്ട്. അതായത് സുഗമമായ ജനങ്ങളുടെ ഡെയിലി ലൈഫിനും അതേപോലെ തന്നെ കാർഷിക വൃത്തിക്കും ജലസേചനം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ പറയുന്ന ഥാർ മരുഭൂമി പ്രദേശത്ത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ജലലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പ്രദേശങ്ങളിൽ ചെയ്ത ഒരു പ്രധാന പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി എന്ന് നമുക്ക് പറയുന്നത്. അപ്പോൾ ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ദിരാഗാന്ധി കനാൽ രാജസ്ഥാനിലെ ഥാർ മരുഭൂമിയുടെ ജലസേചനത്തിനായാണ് നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഥാർ മരുഭൂമി പ്രദേശത്തെ ജലസേചന സൗകര്യത്തിനായിട്ട് നിർമ്മിച്ചിരിക്കുന്ന പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ രാജസ്ഥാൻ കനാൽ എന്നറിയപ്പെട്ടിരുന്ന ഈ പദ്ധതിക്ക് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോടുള്ള ആദര സൂചകമായി
ഇന്ദിരാഗാന്ധി കനാൽ എന്ന് പുനർനാമകരണം ചെയ്തിരിക്കുന്നു. രാജസ്ഥാൻ കനാൽ എന്നാണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായ ശ്രീമതി ഇന്ദിരാഗാന്ധിയോടുള്ള ആദര സൂചകമായിട്ടാണ് രാജസ്ഥാൻ കനാലിന് ഇന്ദിരാഗാന്ധി കനാൽ എന്ന് പുനർനാമകരണം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പുനർനാമകരണം ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ രാജസ്ഥാൻ കനാലിൻ്റെ പുതിയ പുനർനാമകരണം ചെയ്ത പേരാണ് ഇന്ദിരാഗാന്ധി കനാൽ. അപ്പോൾ രാജസ്ഥാൻ കനാൽ എന്നാലും ഇന്ദിരാഗാന്ധി കനാൽ എന്നാലും ഒന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ്, പഞ്ചാബിലെ ഹരികെ ബാരേജിൽ നിന്നും ഉത്ഭവിക്കുന്ന ഇന്ദിരാഗാന്ധി കനാൽ ശ്രീഗംഗാനഗർ, ബിക്കാനീർ, ജയ്സാൽമീർ എന്നിവിടങ്ങളിൽ ജലം വിതരണം ചെയ്യുന്നു. അപ്പോൾ എവിടുന്നാണ് ഇന്ദിരാഗാന്ധി കനാൽ ഉത്ഭവിക്കുന്നത്? പഞ്ചാബിലെ ഹരികെ ബാരേജിൽ നിന്നും. അപ്പോൾ ഇന്ദിരാഗാന്ധി കനാൽ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? പഞ്ചാബിലെ ഹരികെ ബാരേജിൽ നിന്നും. ഓക്കെ, പഠിക്കാൻ എളുപ്പമായിട്ട് എൻ്റെ പേര് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. ഹരികെ അല്ലെങ്കിൽ ഹരികെ ബാരേജിൽ നിന്നാണ് നമുക്ക് ഈ പറയുന്ന പഞ്ചാബിലെ ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി ഉത്ഭവിക്കുന്നത്. പഞ്ചാബിലെ ഹരികെ ബാരേജ്, ഒന്നുകൂടെ പറയുന്നു, വീണ്ടും പറയുന്നു, പഞ്ചാബിലെ ഹരികെ ബാരേജിൽ നിന്നാണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി ഉത്ഭവിക്കുന്നത്. അതേപോലെ തന്നെ ഈ കനാൽ ശ്രീഗംഗാനഗർ, ബിക്കാനീർ, ജയ്സാൽമീർ എന്നിവിടങ്ങളിൽ ജലം വിതരണം ചെയ്യുന്നു. ശ്രീഗംഗാനഗർ, ബിക്കാനീർ, ജയ്സാൽമീർ എന്നീ പ്രദേശങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയിലൂടെ ജലവിതരണം നടക്കുന്നത്. എവിടെ നിന്നാണ് ഇന്ദിരാഗാന്ധി കനാൽ ഉത്ഭവിക്കുന്നത്? പഞ്ചാബിലെ ഹരികെ ബാരേജിൽ നിന്നാണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി ഉത്ഭവിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധി കനാൽ പടിഞ്ഞാറൻ രാജസ്ഥാനിലെ 8 ജില്ലകളിൽ കുടിവെള്ളം നൽകുന്നു. ഇന്ദിരാഗാന്ധി കനാല് പടിഞ്ഞാറൻ രാജസ്ഥാനിലെ, നമുക്കറിയാം രാജസ്ഥാനിലെ പടിഞ്ഞാറൻ പ്രദേശത്താണ് മരുസ്ഥലി എന്നറിയപ്പെടുന്ന യഥാർത്ഥ മരുഭൂമി മേഖല കാണപ്പെടുന്നത് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ മഴയുടെ അളവും ജലത്തിൻ്റെ അളവൊക്കെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി പോലുള്ള ജലസേചന പദ്ധതികൾ കൂടുതലും ആവശ്യമായിട്ടുള്ളത് ഈ പറഞ്ഞ രാജസ്ഥാനിലെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലൊക്കെ ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്, ഇന്ദിരാഗാന്ധി കനാൽ പടിഞ്ഞാറൻ രാജസ്ഥാനിലെ 8 ജില്ലകളിൽ കുടിവെള്ളം എത്തിക്കുന്നു. ഈ പദ്ധതിയിലൂടെ കാർഷിക ഉൽപാദനം ഗണ്യമായി വർദ്ധിച്ചു. അതായത് ഇത്തരം ജലസേചന പദ്ധതിയിലൂടെ ഈ പ്രദേശത്തെ കാർഷിക ഉൽപാദനം ഗണ്യമായി വർദ്ധിച്ചു. നമ്മൾ പറഞ്ഞു ജലത്തിൻ്റെ അളവ് മിതമായ ആവശ്യമുള്ള, അല്ലെങ്കിൽ വളർച്ചയ്ക്ക് ജലം മിതമായ ആവശ്യമുള്ള ചില കാർഷിക വിളകൾ ഇവിടെ കൃഷി ചെയ്യുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി വന്നതോടുകൂടി ആ പറയുന്ന വിളകൾക്ക് ഗണ്യമായിട്ട്, അല്ലെങ്കിൽ ആ പറയുന്ന വിളകളുടെ കൃഷി ഗണ്യമായിട്ട് വർദ്ധിച്ചു, അല്ലെങ്കിൽ അതിന് സഹായകമായി എന്നും നമ്മൾ മനസ്സിലാക്കാം. അതേപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളും അഭിവൃദ്ധിപ്പെട്ടു. അപ്പോൾ ജലസേചന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയപ്പോൾ എന്തുണ്ടായി? കൃഷി അവിടെ ഗണ്യമായ രീതിയിൽ വർദ്ധിച്ചു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈ പറയുന്ന കാർഷിക അല്ലെങ്കിൽ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളും ഈ പറയുന്ന റീജിയനിൽ അഭിവൃദ്ധിപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ തീറ്റപ്പുല്ലിൻ്റെ ലഭ്യത സംസ്ഥാനത്തിൻ്റെ മൃഗപരിപാലനത്തിന് മുതൽക്കൂട്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയെ പറ്റി നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. എന്താണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി? രാജസ്ഥാനിലെ ജലസേചന സൗകര്യത്തിനായി നിർമ്മിച്ച പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി. ആദ്യം രാജസ്ഥാൻ കനാൽ എന്നറിയപ്പെട്ടിരുന്നു. പിന്നീടാണ് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയുടെ പേരിലേക്ക് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. അതേപോലെ തന്നെ പഞ്ചാബിലെ ഹരികെ ബാരേജിൽ നിന്നാണ് ഇന്ദിരാഗാന്ധി കനാൽ ഉത്ഭവിക്കുന്നത്. പടിഞ്ഞാറൻ രാജസ്ഥാനിലെ 8ഓളം ജില്ലകളിൽ ഈ പറയുന്ന പദ്ധതി ജലവിതരണം നടത്തുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ദിരാഗാന്ധി കനാലിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൃഷിയും രാജസ്ഥാനിലെ ജലസേചന സൗകര്യത്തിനായിട്ട് നിർമ്മിച്ച ഇന്ദിരാഗാന്ധി കനാലിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ മൃഗപരിപാലനത്തിലേക്കാണ് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മരുഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങൾ വരണ്ടതോ അർത്ഥവരണ്ടതോ ആയതിനാൽ കൃഷി വളരെ കുറച്ച് പ്രദേശങ്ങളിൽ മാത്രമായി ചുരുങ്ങും. നമുക്കറിയാം കൃഷി വളരെ കുറഞ്ഞ പ്രദേശങ്ങളിലേക്ക് മാത്രമായിട്ടാണ് ഥാർ മരുഭൂമിയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ രാജ്യത്തിന്റെ ആകെ കന്നുകാലി സമ്പത്തിന്റെ 10% രാജസ്ഥാനിലാണ്. കന്നുകാലികളാണ് ഈ പറഞ്ഞ ഥാർ മരുഭൂമി പ്രദേശത്ത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഓക്കെ, രാജ്യത്തിന്റെ ആകെ കന്നുകാലി ശതമാനത്തിന്റെ 10% നമുക്ക് രാജസ്ഥാനിൽ കാണാൻ വേണ്ടി സാധിക്കും. ആട്, എരുമ, ചെമ്മരിയാട്, പശു, ഒട്ടകം തുടങ്ങിയ പ്രധാന വളർത്തുമൃഗങ്ങളാണ് രാജസ്ഥാനിൽ കൂടുതലും കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മൾ എന്താണ് പറഞ്ഞത്? രാജ്യത്തിൻ്റെ കന്നുകാലി സമ്പത്തിൻ്റെ 10% നമുക്ക് രാജസ്ഥാനിൽ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഏതൊക്കെ വളർത്തുമൃഗങ്ങളാണ്, അല്ലെങ്കിൽ ഏതൊക്കെ കന്നുകാലി വർഗ്ഗങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്? ആട്, എരുമ, ചെമ്മരിയാട്, പശു, ഒട്ടകം തുടങ്ങി കന്നുകാലി ജീവിവർഗ്ഗങ്ങളാണ് രാജസ്ഥാനിൽ അല്ലെങ്കിൽ ഥാർ മരുഭൂമി പ്രദേശത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ,
നെക്സ്റ്റ് ഈ പ്രദേശത്തെ ഖനന പ്രവർത്തനങ്ങളിലേക്കാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഖനനം രാജസ്ഥാനിലെ മക്രാന മാർബിൾ ലോക പ്രശസ്തമാണ്. രാജസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകതയാണ് മക്രാന മാർബിൾ. എന്താണ്? രാജസ്ഥാനിലെ മക്രാന മാർബിൾ ലോക പ്രശസ്തമാണ്. ഓരോ വർഷവും അനേകം മെട്രിക് ടൺ മാർബിൾ ഇവിടെ ഖനനം ചെയ്യുന്നു. അപ്പോൾ മാർബിളിന് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഏരിയ ആണ് നമ്മുടെ ഥാർ മരുഭൂമി മേഖല നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മാർബിൾ എന്താണ്? മക്രാന മാർബിൾ. മക്രാന മാർബിൾ രാജസ്ഥാൻ മേഖലയിലെ അല്ലെങ്കിൽ ഥാർ മരുഭൂമി മേഖലയിലെ മക്രാന മാർബിൾ ലോക പ്രശസ്തമാണ്. അതേപോലെ തന്നെ ഓരോ വർഷവും അനേകം മെട്രിക് ടൺ മാർബിൾ ഇവിടെ ഖനനം ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഏതൊക്കെ ധാതുശേഖരങ്ങളാണ് ഇവിടെ കാണുന്നത്? എല്ലാത്തരം ധാതുശേഖരങ്ങളും ഇവിടെ കാണപ്പെടുന്നു. നമ്മൾ പറയുന്നു ലെഡ്, സിങ്ക്, വെള്ളി, ചെമ്പ്, ടങ്സ്റ്റൺ, മാംഗനീസ്, ഇരുമ്പ്, ജിപ്സം, ലിഗ്നൈറ്റ്, ചുണ്ണാമ്പുകല്ല് തുടങ്ങിയ ധാതുക്കളും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നു. എന്തൊക്കെയാണ്? മക്രാന മാർബിൾ എന്നറിയപ്പെടുന്ന ലോക പ്രശസ്തമായ മാർബിള് രാജസ്ഥാന്റെ മറ്റൊരു പ്രത്യേകതയാണ്. വർഷത്തിലധികം അല്ലെങ്കിൽ ഓരോ വർഷവും അനേകം മെട്രിക് ടൺ മാർബിൾ ഇവിടെ ഖനനം ചെയ്യപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. എല്ലാ തരത്തിലുള്ള ധാതു ശേഖരങ്ങളുടെയും സമ്പത്ത് ഇവിടെ അല്ലെങ്കിൽ ധാതു വിഭവ ശേഖരങ്ങൾ ഈ പറഞ്ഞ ഥാർ മരുഭൂമിയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്കറിയാം പ്രണയത്തിന്റെ പ്രതീകമായിട്ട് കാണപ്പെടുന്ന താജ്മഹൽ ഷാജഹാൻ ചക്രവർത്തി തൻ്റെ പ്രണയിനിക്ക് അല്ലെങ്കിൽ തൻ്റെ ഭാര്യയ്ക്ക് നിർമ്മിച്ചു നൽകിയ പ്രണയത്തിൻ്റെ കൊട്ടാരമായിട്ട് പ്രതീകമായിട്ട് നമ്മൾ വെച്ചു പൂജിക്കുന്ന ഒരു നിർമ്മിതിയാണ് നമ്മുടെ താജ്മഹൽ എന്ന് പറയുന്നത്. ഈ ലോകാത്ഭുതമായ താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് രാജസ്ഥാനിലെ മക്രാന മാർബിൾ കൊണ്ടാണ്. അപ്പോൾ ഈ പറയുന്ന പ്രണയത്തിൻ്റെ നിർമ്മിതി എന്നൊക്കെ നമ്മൾ പറയുന്ന താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ നിന്നുള്ള മക്രാന മാർബിൾ കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഥാർ മരുഭൂമി പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായമാണ് കരകൗശല വ്യവസായം. തുകലുൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ ഇവിടെ ഒട്ടകങ്ങളുടെ തോൽ ഉപയോഗിച്ച് ലാംപ് ഷേഡുകൾ, അപ്പോൾ ഒട്ടകങ്ങളുടെ തോൽ ഉപയോഗിച്ച് ലാംപ് ഷേഡുകൾ, പൗച്ചുകൾ, പാദരക്ഷകൾ എന്നിങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കരകൗശല ഉൽപ്പന്നങ്ങൾ വളരെയധികം രാജസ്ഥാനിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ തുകൽ നിർമ്മിതമായ പരമ്പരാഗത നാടോടി സംഗീതോപകരണങ്ങളും ഇവിടുത്തെ പ്രത്യേകതയാണ്. അപ്പോൾ തുകൽ കൊണ്ടുണ്ടാക്കിയ പരമ്പരാഗതമായിട്ടുള്ള സംഗീതോപകരണങ്ങളും ഈ പറയുന്ന കരകൗശല വ്യവസായത്തിൻ്റെ ഭാഗമായിട്ട് രാജസ്ഥാനിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈ പ്രദേശത്ത് നിന്നുള്ള ഊർജ്ജോൽപാദനത്തിനെ പറ്റിയാണ് ഇനി നമ്മൾ നോക്കുന്നത്. ശക്തിയായി വീശുന്ന കാറ്റിനെ വൈദ്യുതിയാക്കി മാറ്റുന്ന കാറ്റാടി യന്ത്രങ്ങളുടെ ചിത്രമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ടെക്സ്റ്റിലെ പോയിന്റാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഥാർ അല്ലെങ്കിൽ മരുഭൂമി പ്രദേശത്ത് കാറ്റിൻ്റെ ആ ഒരു പ്രത്യേകത അല്ലെങ്കിൽ പ്രസക്തി എത്രത്തോളമാണ് നമുക്കറിയാം. അതാണ് ഇവിടെ പറയുന്നത്. വൈദ്യുതി ഉൽപ്പാദനത്തിനായി ഇത്തരത്തിലുള്ള ധാരാളം കാറ്റാടിപ്പാടങ്ങൾ ഥാർ മരുഭൂമി പ്രദേശങ്ങളിലെ പലയിടങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സോളാർ പാനലുകൾ ഉപയോഗിച്ചും ഥാർ മരുഭൂമിയിൽ വലിയ തോതിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ കാറ്റാടി യന്ത്രങ്ങളിലൂടെയും സോളാർ പാനലുകൾ ഉപയോഗിച്ചും മരുഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ ഉപ്പ് കലർന്ന ജലം ശുദ്ധിയാക്കാനാണ് ഈ ഊർജ്ജം കൂടുതലായിട്ടും ഉപയോഗപ്പെടുത്തുന്നത്. അതായത് ഡീസലൈനേഷന് വേണ്ടിയാണ്, ഉപ്പ് കലർന്ന ജലം ശുദ്ധിയാക്കാനാണ് ഈ ഊർജ്ജം അല്ലെങ്കിൽ ഈ പറഞ്ഞ സോളാർ പാനലിലൂടെയും കാറ്റാടി യന്ത്രങ്ങളിലൂടെയും ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജം ഉപ്പ് കലർന്ന ജലം ശുദ്ധിയാക്കാനാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ആ ഊർജ്ജം വൈദ്യോർജ്ജം ഉപ്പ് കലർന്ന ശുദ്ധജലം ശുദ്ധീകരിക്കാനാണ് ഉപയോഗിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് ഥാർ മരുഭൂമിയിലെ വിനോദസഞ്ചാരത്തെ പറ്റിയാണ് നോക്കാം. ഥാർ മരുഭൂമിയിൽ വിനോദസഞ്ചാരം ഒരു പ്രധാന വരുമാന സ്രോതസ്സാണ്. നമുക്കറിയാം ഒരുപാട് പേര് നമ്മുടെ ഡെസേർട്ടിൽ ഥാർ മരുഭൂമിയിൽ ജയ്പൂർ ജയ്സാൽമീറിലൊക്കെ നമുക്ക് ടൂറിന് വേണ്ടി പോകുന്നുണ്ട് നമുക്കറിയാം. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ്സാണ് വിനോദസഞ്ചാരം എന്ന് പറയുന്നത്. ഇവിടുത്തെ ദേശീയോദ്യാനം നിരവധി സന്ദർശകരെ ആകർഷിക്കുന്നുണ്ട്. ഡെസേർട്ട് നാഷണൽ പാർക്കാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഹവാമഹൽ, അജ്മീർ ഫോർട്ട്, ദിൽവാര ജെയിൻ ക്ഷേത്രം, രണക്പൂർ ജെയിൻ ക്ഷേത്രം തുടങ്ങിയവ പ്രധാനപ്പെട്ട ആകർഷണ കേന്ദ്രങ്ങളാണ്. ഏതൊക്കെയാണ്? ഹവാമഹൽ ഒന്നാണ്, അജ്മീർ ഫോർട്ട് ഉണ്ട്, ദിൽവാര ജെയിൻ ക്ഷേത്രമുണ്ട്, രണക്പൂർ ജെയിൻ ക്ഷേത്രം തുടങ്ങിയവ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. ഇവിടുത്തെ രാജസ്ഥാനിലെ അല്ലെങ്കിൽ ഥാർ മരുഭൂമി പ്രദേശത്തെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ഇവ. അതേപോലെ തന്നെ മരുഭൂമിയിലെ ടൂറിസം പ്രദേശവാസികൾക്ക് ധാരാളം തൊഴിലവസരങ്ങൾ നൽകുന്നു. നമുക്കറിയാം ഒരുപാട് ഗൈഡ്സിനെയൊക്കെ നമുക്ക് ഈ പറയുന്ന പ്രദേശങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ അവിടുത്തെ പ്രാദേശിക നിവാസികൾ തന്നെയാണ്. അപ്പോൾ ഇത്തരം വിനോദസഞ്ചാരങ്ങൾ ഈ പറയുന്ന പ്രദേശത്തെ നിവാസികൾക്ക് തൊഴിലവസരങ്ങളിലും അതുപോലെ തന്നെ സാമ്പത്തിക ലാഭങ്ങളും നൽകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ മരുഭൂമിയിലെ ടൂറിസം പ്രദേശവാസികൾക്ക് ധാരാളം തൊഴിലവസരങ്ങൾ
നൽകുന്നുണ്ട്. ഒട്ടകപ്പുറത്ത് പ്രാദേശിക ഗൈഡുകളുമായി വിനോദസഞ്ചാരികൾ സവാരി നടത്തുന്ന ഇവിടങ്ങളിലെ സ്ഥിരം കാഴ്ചയാണ്. നമുക്കറിയാം ഒട്ടകപ്പുറത്തുള്ള സവാരി നമുക്ക് പ്രധാനമായിട്ടും താർ മരുഭൂമിയിൽ പോയാൽ മാത്രമേ ഇന്ത്യയിൽ സാധ്യമായിട്ടുള്ളൂ. അതായത് നമുക്കറിയാം ഇപ്പം ഉഷ്ണ മരുഭൂമി വേറെ എങ്ങും നമ്മുടെ ഇന്ത്യയിൽ കാണാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഈ കണ്ണത്താ ദൂരത്തുള്ള മണൽപ്പരപ്പുകളിലൂടെയുള്ള ഒട്ടകത്തിന് മേലുള്ള യാത്ര ഈ പറയുന്ന താർ മരുഭൂമിയിലെ സ്ഥിരം കാഴ്ചയാണ്. ഇത് പ്രാദേശിക ഗൈഡുകളുമായിട്ടാണ് വിനോദസഞ്ചാരികൾ ഒട്ടക സവാരി നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ്സാണ് താർ മരുഭൂമിയിലെ വിനോദസഞ്ചാരം എന്ന് നമ്മൾ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് ഹവാമഹൽ, അജ്മീർ ഫോർട്ട്, ദിൽവാര ജെയിൻ ക്ഷേത്രം, റണക്പൂർ ജെയിൻ ക്ഷേത്രം എന്നിവ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് താർ മരുഭൂമിയിലെ വിനോദസഞ്ചാരത്തെ പറ്റിയും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. അപ്പോൾ താർ മരുഭൂമിയിലെ മൃഗപരിപാലനത്തിനെ കാണിക്കുന്ന ഒരു പിക്ചറാണ് നമുക്ക് ആദ്യം കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒരുപാട് കന്നുകാലികൾ, രാജ്യത്തിൻ്റെ കന്നുകാലി സമ്പത്തിൻ്റെ 10% നമ്മുടെ രാജസ്ഥാനിലാണ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ മാർബിൾ ഖനനം, രാജസ്ഥാൻ പ്രദേശത്തെ പ്രധാനപ്പെട്ട മാർബിളാണ് മക്രാന മാർബിൾ എന്ന് പറയുന്നത്. ലോക പ്രശസ്തമാണ്. താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്ന ഇത്തരം മക്രാന മാർബിൾസ് കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ കരകൗശല വിപണനം, ഏറ്റവും പ്രധാനപ്പെട്ട രാജസ്ഥാനിലെ വ്യവസായ മേഖലയാണ് ഈ പറഞ്ഞ കന്നുകാലികളുടെ തുകൽ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കരകൗശല വ്യവസായം എന്നും നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ റണക്പൂർ ജെയിൻ ക്ഷേത്രത്തിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഹവാമഹൽ, അജ്മീർ ഫോർട്ട്, റണക്പൂർ ജെയിൻ ക്ഷേത്രത്തിൻ്റെ ചിത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭൂവിഭാഗമായ ഇന്ത്യൻ മരുഭൂമികളെ പറ്റി നമ്മൾ കംപ്ലീറ്റ് പഠിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഉത്തരപർവ്വത മേഖലയിൽ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങിയത്. ഉത്തരപർവ്വത മേഖലകളിലൂടെ നമ്മൾ സഞ്ചരിച്ചു. അത് കഴിഞ്ഞ് ഉത്തര മഹാസമുദ്രത്തിലൂടെ സഞ്ചരിച്ചു, ഉപദ്വീപീയ പീഠഭൂമികളിലൂടെ സഞ്ചരിച്ചു. നെക്സ്റ്റ് ഇന്ത്യൻ മരുഭൂമിയും സഞ്ചരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ പഠിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇന്ത്യൻ മരുഭൂമികൾ നമ്മൾ ക്ലാസ് എടുത്ത് നമുക്കറിയാം SCERT NCERT ചാപ്റ്റേഴ്സിലെ ഇന്ത്യൻ ഡെസേർട്ട്, ഇന്ത്യൻ മരുഭൂമികളെ പറ്റി എന്തൊക്കെ പോയിന്റ്സുകൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള 3 ക്ലാസ്സുകളാണ് നമ്മൾ എടുത്ത് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള റെഫറൻസ് ആയിട്ട് SCERTയിലെ 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ, 9ാം ക്ലാസ്സിലെ ജോഗ്രഫി 7ാമത്തെ ചാപ്റ്റർ മണലാരണ്യത്തിലൂടെ എന്നുള്ള ചാപ്റ്റർ മെയിനായിട്ടുള്ള റെഫറൻസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ NCERTയിലെ 7ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററായ ജിയോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യയും 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററായ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ, ഇത്രയും ചാപ്റ്റേഴ്സാണ് SCERT പാഠപുസ്തകങ്ങളിൽ നിന്നും ഈ പറയുന്ന ഇന്ത്യൻ ഡെസേർട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ മരുഭൂമി എന്ന് പറയുന്ന ടോപ്പിക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഭൂപ്രകൃതി വിഭാഗമായിട്ടുള്ള ഇന്ത്യൻ മരുഭൂമിയെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് അതേപോലെ തന്നെ ഉപയോഗപ്രദമായി എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ പഠിക്കുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് തീരപ്രദേശങ്ങളും ദ്വീപുകളുമായിട്ട് കാണാം. അപ്പോൾ താങ്ക് യു.